സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. ഈശോ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചിട്ടാണ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. നാം എല്ലാവരും ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് വന്നത്. വചനം വായിക്കുന്ന, വചനം കൂടുതൽ വചനത്തിനു വേണ്ടി അധ്വാനിക്കുന്ന, വചനം പ്രഘോഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠരായ എൻ്റെ സഹോദരങ്ങളെ, നമ്മെ തിരഞ്ഞെടുത്തത് മറ്റു പലരുടെയും പ്രാർത്ഥനയേക്കാൾ ഉപരി ഈശോയുടെ പ്രാർത്ഥനയാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായി മാറും. എൻ്റെ ഈശോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാകേണ്ടത്. അവൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ വേർതിരിച്ചവരെല്ലാം അവനാണ് പ്രാർത്ഥിച്ചിട്ടാണ് തിരഞ്ഞെടുത്തത്. മാമോദീസായിലൂടെ നാം എല്ലാവരും സുവിശേഷം പ്രസംഗിക്കാൻ കടപ്പെട്ടവരുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ ഹായ് എനിക്ക് ദുരിതം എന്ന്. ഏൽപ്പിക്കപ്പെട്ട ജീവിത പന്ഥാവുകളിൽ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കുവാൻ, വചനത്തിൽ ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.